സോ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഹോമിയോസ്റ്റേസിസ്, വിച്ച് ഇസ് ദ ബോഡീസ് ബാലൻസിങ് മെഷീൻ. അപ്പോൾ നമ്മുടെ എക്സ്റ്റേണൽ എൻവയറമെൻറ്റിനനുസരിച്ച് നമ്മുടെ ഇൻറ്റേർണൽ എൻവയറമെൻറ്റിനെയും മെയിൻറ്റെയിൻ ചെയ്ത് ഈക്വിലിബ്രിയത്തിലേക്ക് എത്തിക്കുന്നത് ഈ ഹോമിയോസ്റ്റേസിസ് വഴിയാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ പറയാൻ പോകുന്നത്. Homeostasis is the stability, balance or equilibrium between the internal and external environments. അപ്പോൾ രണ്ടിൻ്റെയും തമ്മിലുള്ളൊരു ബാലൻസ് ഓർ സ്റ്റെബിലിറ്റിയാണ് ഹോമിയോസ്റ്റേസിസ് എന്ന് പറയുന്നത്. ഹോമിയോ എന്നുള്ള ടേമിൻ്റെ മീനിങ് സിമിലർ ആൻഡ് സ്റ്റേസിസ് എന്ന് പറയുമ്പോൾ സ്റ്റേബിൾ. അപ്പോൾ സെയിം ആയിട്ട് അല്ലെങ്കിൽ സ്റ്റേബിൾ ആക്കിയിട്ട് കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ ഹോമിയോസ്റ്റേസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ബോഡീസ് ഇൻറ്റേർണൽ എൻവയറമെൻറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നാണ് ഇവിടെ പറയുന്നത് ഹോമിയോസ്റ്റേസിസ്. അപ്പോൾ ബോഡീസ് ഇൻറ്റേർണൽ എൻവയറമെൻറ്റ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡാണ്. ഓക്കെ, ആൻഡ് ഓൾ ദ ബോഡി സിസ്റ്റംസ് കോൺട്രിബ്യൂട്ട് ടു ഹോമിയോസ്റ്റേസിസ്. എല്ലാ ഓർഗൻസും അല്ലെങ്കിൽ എല്ലാ ഓർഗൻ സിസ്റ്റംസും ഹോമിയോസ്റ്റേസിസ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സഹായിക്കുന്നുണ്ട്. ആൻഡ് ഓൾട്രേഷൻ ഇൻ ഹോമിയോസ്റ്റേസിസ് ലീഡ്സ് ടു ഡിസീസ്. അതിലെന്തെങ്കിലും ചേഞ്ച് വരുമ്പോഴാണ് ഈ അസുഖം വരുന്നത്. ഡിസ്റപ്റ്റഡ് ഹോമിയോസ്റ്റേസിസ് ലീഡ്സ് ടു ഡിസീസ്. അപ്പോൾ ഇത് നമ്മുടെ ബോഡിയിൽ ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ, നമുക്ക് ടെമ്പറേച്ചർ റെഗുലേഷൻ, അത് ഹോമിയോസ്റ്റേസിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ അതേപോലെ തന്നെ മെയിൻ്റനൻസ് ഓഫ് ബ്ലഡ് പ്രഷർ, അതും ഹോമിയോസ്റ്റേസിൻ്റെ ഒരു ഭാഗം. അങ്ങനെ ഓരോന്നും ഇങ്ങനെ ഹോമിയോസ്റ്റേസിൻ്റെ ഭാഗം തന്നെയാണ്. ആൻഡ് ഓരോ ഓർഗൻ സിസ്റ്റംസും ഇതിനൊക്കെ ഇൻവോൾവും ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് ബോഡി വർക്ക് ചെയ്യുന്നത്, അതായത് എങ്ങനെയാണ് ഈ ഒരു ഹോമിയോസ്റ്റേസിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഹോമിയോസ്റ്റേസിസ് നടപ്പിലാക്കുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ത്രൂ ദി ഗുഡ് സ്റ്റഫ്, ദാറ്റ് ഈസ് ദി ന്യൂട്രിയൻസ്, ദി ബാഡ് സ്റ്റഫ്, ദാറ്റ് ഈസ് ദി വേസ്റ്റ് മെറ്റീരിയൽസ്, ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ത്രൂ ന്യൂറോൺസ് ആൻഡ് ഹോർമോൺസ്. ന്യൂറോൺസ് എന്ന് പറയുമ്പോൾ ഫാസ്റ്റ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. ഹോർമോൺസ് എന്ന് പറയുമ്പോൾ സ്ലോ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ ഈ 3 രീതിയിൽ കൂടെയാണ് ഹോമിയോസ്റ്റേസിസ് അപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ ബോഡിയിൽ ഹോമിയോസ്റ്റേസിസ് എന്നുള്ള ഒരു മെക്കാനിസം നടക്കുന്നത്. ഓക്കെ, ത്രൂ ദി ഗുഡ് സ്റ്റഫ്, ദാറ്റ് ഈസ് ദി ന്യൂട്രിയൻസ്, ബാഡ് സ്റ്റഫ്, ദി വേസ്റ്റ് മെറ്റീരിയൽസ്, ആൻഡ് കമ്മ്യൂണിക്കേഷൻ ത്രൂ ന്യൂറോൺസ് ആൻഡ് ഹോർമോൺസ്. ഇപ്പം ഏതെങ്കിലും ഭാഗത്തൊരു പ്രശ്നമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നതോ അല്ലെങ്കിൽ അതിനുള്ള ഇൻഫോർമേഷൻ എല്ലാം കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും ഒക്കെ ന്യൂറോൺസും ഹോർമോൺസും കൂടിയിട്ടാണ്. ഏതൊക്കെയാണ് ഓർഗൻസ് ഹാൻഡ്ലിംഗ് ദി ഗുഡ് സ്റ്റഫ്? ആദ്യം വരുന്നത് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം, ദാറ്റ് കംപ്രൈസസ് ഓഫ് ദി ഹാർട്ട് ആൻഡ് ദി ബ്ലഡ് വെസൽസ്. അപ്പോൾ ഹാർട്ടിൻ്റെ റൈറ്റ് സൈഡ് ക്യാരീസ് impure blood, or ഹാർട്ടിൻ്റെ റൈറ്റ് സൈഡ് ക്യാരീസ് ദി കണ്ടെയ്ൻസ് ദി impure blood and ലെഫ്റ്റ് സൈഡ് കണ്ടെയ്ൻസ് ദി പ്യൂർ ബ്ലഡ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് എന്ത് വരുന്നത്? ലെഫ്റ്റ് സൈഡിലേക്കാണ് പ്യൂർ ബ്ലഡ് വരുന്നത്, അതായത് ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ഫ്രം ദി ലങ്സ്, ദേ റീച്ച് ദി ലെഫ്റ്റ് സൈഡ് ഓഫ് ദി ഹാർട്ട്. കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ദേ റീച്ച് ദി ലെഫ്റ്റ് ഏട്രിയം. ഓക്കെ, അപ്പോൾ അവിടെ നിന്നും ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് അതിനെ പാസ് ചെയ്യിക്കുന്നു. ആൻഡ് ഫ്രം ദി ലെഫ്റ്റ് വെൻട്രിക്കിൾ ത്രൂ ദി അയോട്ട പ്യൂരിഫൈഡ് ആയിട്ടുള്ള ബ്ലഡ് ആർട്ടറീസിലേക്ക് എത്തുന്നു. സോ ആർട്ടറീസ് അതിനെ ക്യാരി ചെയ്ത് ഇറ്റ് വിൽ റീച്ച് ദി റെസ്പെക്റ്റീവ് ഓർഗൻസ്. ഇപ്പോൾ ഓരോ ഓർഗൻസിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർട്ടറീസ് വിൽ ഫോം ദി ആർട്ടീരിയോൾസ്. ആർട്ടീരിയോൾസ് എന്ന് പറഞ്ഞാൽ ആർട്ടറീസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ലാർജർ ഡയമീറ്റർ ഉള്ള ബ്ലഡ് വെസൽസ് ആണ്. അത് കുറച്ചുകൂടി ചെറുതാവുന്ന സമയത്താണ് ആർട്ടീരിയോൾസ് ആയി മാറുന്നത്. സോ ഓർഗൻസിൻ്റെ അകത്തേക്ക് എത്തുമ്പോൾ അത് ആർട്ടീരിയോൾസ് ആവുന്നു. ആൻഡ് ഫൈനലി വെൻ ദേ റീച്ച് ദി ടിഷ്യൂ ലെവൽ ഇറ്റ് ഫോംസ് ദി കാപ്പിലറീസ്. കാപ്പിലറീസ് എന്ന് പറയുമ്പോൾ ആർട്ടീരിയോൾസിനേക്കാളും ഡയമീറ്റർ കുറഞ്ഞിട്ടുള്ള ബ്ലഡ് വെസൽസ് ആണ്. എന്നിട്ട് ആ കാപ്പിലറീസ് ആ ടിഷ്യൂസിലേക്കും സെൽസിലേക്കും ഓക്സിജൻ എല്ലാം സപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം ഡീ ഓക്സിജനേറ്റഡ് അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ള ബ്ലഡ്
ആണ് പിന്നെ വെന്യൂൾസിലേക്ക് വരുന്നത്. വെന്യൂൾസ് എന്ന് പറയുന്നത് ആ കാപ്പിലറീസിൻ്റെ വീനസ് പാർട്ടാണ്. അത് കമ്പൈൻ ചെയ്തിട്ട് വെന്യൂൾസ് ആയിട്ട് മാറും. വെന്യൂൾസ് പിന്നെ വെയിൻസ് ആയിട്ട് മാറും. ആ വെയിൻസ് ഈ പറഞ്ഞ ഡിയോക്സിനേറ്റഡ് ബ്ലഡിനെ ഹാർട്ടിൻ്റെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുകൊടുക്കും. റൈറ്റ് സൈഡ് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ടു ദി റൈറ്റ് ഏട്രിയം. അവിടെ നിന്നും പിന്നെ അത് പൾമണറി ആർട്ടറി വഴി ലങ്സിലേക്ക് എത്തുന്നു. സോ ഇതാണ് വൺ ഓർഗൻ ദാറ്റ് ഹാൻഡിൽസ് ദി ഗുഡ് സ്റ്റഫ് ഓർ ദി ന്യൂട്രിയൻസ്. Then comes the lungs. അപ്പോൾ lungs or the pulmonary system. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? എയർ ആണ് അല്ലേ. അപ്പോൾ ആ ബ്ലഡിലേക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജനെ സപ്ലൈ ചെയ്യുന്നതാണ് ലങ്സിൻ്റെ ഫങ്ഷൻ വരുന്നത്. സോ റൈറ്റ് ഏട്രിയത്തിലേക്ക് വന്നിട്ടുള്ള impure blood അത് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് വരുന്നു. ആൻഡ് ഫ്രം ദി റൈറ്റ് വെൻട്രിക്കിൾ ത്രൂ ദി പൾമണറി ആർട്ടറീസ് ദേ റീച്ച് ദി ഓർ ദി impure blood reaches the lungs. അപ്പോൾ ലങ്സിലെത്തിയ ശേഷം അവിടെ നിന്നും ആൽവിയോലയിലുള്ള നമ്മൾ ഇൻസ്പയർ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ശ്വാസം എടുത്തപ്പോൾ അതിനകത്തുള്ള ആ ഓക്സിജൻ അവിടെയുള്ള ആൽവിയോലയിൽ കൂടെ ആ ബ്ലഡ് വെസൽസിലേക്ക് ഡിഫ്യൂസ് ചെയ്യുന്നു. ആൻഡ് ഡിഫ്യൂസ് ചെയ്ത ശേഷം ആ ഓക്സിജൻ ക്യാരി ചെയ്തിട്ടുള്ള ബ്ലഡ്, ഓക്സിജനേറ്റഡ് ബ്ലഡ് pulmonary veins വഴി it reaches the left atrium, and from the left atrium to the left ventricle, and from there through the aorta to the various parts of the body. So ലങ്സും ഇതേപോലെ തന്നെ ഗുഡ് സ്റ്റഫ്. കാരണം എന്താ, അവിടെ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എക്സ്ചേഞ്ച് ആണ് അവിടെ നടക്കുന്നത്. സോ ഓക്സിജൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ളതാണ്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്തു പോകേണ്ട സാധനമാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ഗുഡ് മെറ്റീരിയൽ, ഓക്സിജൻ എന്ന് പറയുന്ന ഒരു ഗുഡ് സ്റ്റഫിനെ അകത്തേക്ക് എടുക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് ലങ്സ്. ആൻഡ് ദി നെക്സ്റ്റ് ഓർഗൻ or the organ system that handles the good stuff is the gastrointestinal tract. Gastrointestinal tract അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് പറയുമ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റം. സോ ഡൈജസ്റ്റീവ് സിസ്റ്റം നമ്മൾ എന്താണ്, ഭക്ഷണം കഴിക്കുന്നു, ഭക്ഷണം കഴിച്ച് അത് ഓരോ ഭാഗത്ത് മൗത്ത് തൊട്ടിട്ട് ഇൻറ്റസ്റ്റൈൻ വരെ അതിൻ്റെ ഇത് നടക്കുന്നു, ഡൈജഷൻ നടക്കുന്നു. അതിനുശേഷം ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് ഡൈജഷൻ കംപ്ലീറ്റ് ആയ ശേഷം അതിനകത്തുള്ള ന്യൂട്രിയൻസിൻ്റെ എല്ലാം അബ്സോർപ്ഷനും നടക്കുന്നു. സോ ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻസ് ദെയർ. സോ ഇതാണ് ഓർഗൻസ് ദാറ്റ് ഹാൻഡിൽ ദി ഗുഡ് സ്റ്റഫ്. ഓർഗൻസ് ദാറ്റ് ഹാൻഡിൽ ദി ബാഡ് സ്റ്റഫ്. ബാഡ് സ്റ്റഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേസ്റ്റ് മെറ്റീരിയൽസ് ആണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ഓർഗൻസ് ആണ് വേസ്റ്റ് മെറ്റീരിയൽസ് ഹാൻഡിൽ ചെയ്യുന്നത്? വൺ ഇസ് ദി ലിവർ. ലിവർ എന്ന് പറയുന്നത് ബോഡീസ് ലബോറട്ടറി എന്നും പറയും. കാരണം അവിടെയാണ് ഒരുപാട് തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നതും ആവശ്യമില്ലാത്ത സാധനങ്ങളെ ഡീടോക്സിഫൈ ചെയ്ത് വിടുന്നതും ഒക്കെ. ഡീടോക്സിഫിക്കേഷൻ എന്നുള്ള മെക്കാനിസം നടക്കുന്നത് ലിവറിനകത്താണ്. അതേപോലെ തന്നെ ലിവറിനകത്ത് അതിൻ്റെ ഒരു മാക്രോഫേജസ് ഉണ്ട്, അതായത് ഈ ഇതിനെയൊക്കെ നശിപ്പിക്കാൻ പറ്റിയിട്ടുള്ള ചില സെൽസ് ഉണ്ട്, വിച്ച് ആർ കോൾഡ് കുപ്ഫർ സെൽസ്. കുപ്ഫർ സെൽസ് നമ്മളിതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ പഠിക്കുന്നതായിരിക്കും. സോ ഇങ്ങനത്തെ കുപ്ഫർ സെൽസിൻ്റെ സഹായത്തോടു കൂടി അവിടെ വന്നിട്ടുള്ള ഫോറിൻ മെറ്റീരിയൽസ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ബാഡ് മെറ്റീരിയൽസ് അതിനെല്ലാം ഡിസ്ട്രോയ് ചെയ്തും കളയുന്നു. സോ ലിവർ is otherwise known as body's laboratory, and it helps in handling the bad stuff. Especially it helps in detoxification. And the next organ or the organ system that helps in handling the bad stuff is the renal system. The kidneys and then associated structures, ureters, urinary bladder, urethra, ഇതെല്ലാം ബാഡ് സ്റ്റഫിനെ ഹാൻഡിൽ ചെയ്യുന്നതാണ്. എങ്ങനെയാണ് അത്? യൂറിൻ എന്ന് പറയുന്ന ആ ഒരു വേസ്റ്റ് ഫ്ലൂയിഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനാവശ്യമായ നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ലാത്ത മെറ്റീരിയൽസിനെ മുഴുവൻ അതിലേക്ക് എക്സ്ക്രീറ്റ് ചെയ്ത് ത്രൂ ദി വാട്ടർ മീഡിയം. അപ്പോൾ വെള്ളത്തിൻ്റെ ആ ഒരു ചെറിയൊരു അംശത്തോട് കൂടിയിട്ട് ആ വേസ്റ്റ് മെറ്റീരിയൽസിനെ മുഴുവൻ ബോഡിയിൽ നിന്നും എലിമിനേറ്റ് ചെയ്ത് കളയാനായിട്ട് സഹായിക്കുന്നു. സോ കിഡ്നീസ് ആർ ദി നെക്സ്റ്റ് ഓർഗൻ ദാറ്റ് ഹെൽപ്സ് ഇൻ ഹാൻഡ്ലിംഗ് ദി ബാഡ് സ്റ്റഫ്. ഓക്കെ, we have the neurons. Neurons എന്ന് പറയുമ്പോൾ ഫാസ്റ്റ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്, പെട്ടെന്ന് തന്നെ മെസ്സേജസ് പാസ് ചെയ്യുന്നതാണ്. ദെൻ കംസ് ദി ഹോർമോൺസ്. ഹോർമോൺസ് എന്ന് പറയുമ്പോൾ സ്ലോ ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ സ്ട്രക്ചേഴ്സിൽ കൂടെ, അതായത്
ഗുഡ് സ്റ്റഫ് ഹാൻഡിൽ ചെയ്യുന്ന ഓർഗൻസിനെ പറ്റി പറഞ്ഞു, ബാഡ് സ്റ്റഫ് ഹാൻഡിൽ ചെയ്യുന്ന ഓർഗൻസിനെ പറ്റി പറഞ്ഞു, ആൻഡ് കമ്മ്യൂണിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്ന 2 മെയിൻ മെറ്റീരിയൽ ഇതിനെ പറ്റിയിട്ടും പറഞ്ഞു. അപ്പോൾ ഈ ഒരു തരത്തിലൊക്കെ കൂടിയാണ് ഹോമിയോസ്റ്റേസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമ്മുടെ ബോഡിയിൽ അറ്റൈൻ ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ഈ പറഞ്ഞ ഓർഗൻസോ അല്ലെങ്കിൽ ന്യൂറോൺസും ഹോർമോൺസും ഒക്കെ ഈ ഹോമിയോസ്റ്റാസിസ് അല്ലെങ്കിൽ ഹോമിയോസ്റ്റേസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനെ ഹെൽപ്പ് ചെയ്യുന്നത്, ഈ പറഞ്ഞ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓർഗൻസ് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ ജസ്റ്റ് പറഞ്ഞത് ഈ ഓർഗൻസ് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ അത് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? വാട്ട് ഈസ് ദ മെയിൻ തിങ് ബിഹൈൻഡ്, ഓർ ഹൗ ഡു ദീസ് സ്ട്രക്ചേഴ്സ് ഹെൽപ്പ് ഇൻ ബാലൻസിങ്? അതാണ് നമ്മൾ അടുത്തൊരു ഇത് പറയാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ദർ ആർ 2 ഫീഡ്ബാക്ക് മെക്കാനിസംസ്. അപ്പോൾ ഈ പറഞ്ഞ 2 ഫീഡ്ബാക്ക് മെക്കാനിസത്തിൽ കൂടെയാണ് ഈ പറഞ്ഞ എല്ലാ ഓർഗൻസും ഹോമിയോസ്റ്റേസിസ് അറ്റൈൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. സോ ദ 2 ഫീഡ്ബാക്ക് മെക്കാനിസംസ് ആർ പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസംസ് ആൻഡ് നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസംസ്. അപ്പോൾ ഇങ്ങനെയുള്ള 2 ഫീഡ്ബാക്ക് മെക്കാനിസംസിൽ കൂടെയാണ് ആ ഒരു ഹോമിയോസ്റ്റേസിസ് അറ്റൈൻ ചെയ്യുന്നത്. അപ്പം ഇനി എന്താണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം ആൻഡ് നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം? സോ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് അബൌട്ട് പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം. അപ്പോൾ ഒരു സ്റ്റിമുലസ് വരുമ്പോൾ, എന്തെങ്കിലും ഒരു തരത്തിലുള്ള സ്റ്റിമുലസ് ആയിക്കോട്ടെ, ഒരു സ്റ്റിമുലസ് വരുമ്പോൾ there will be a process and that process will lead to a response. ഇത് സാധാരണ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഒരു കാര്യം. എന്തെങ്കിലും ഒരു തരത്തിലുള്ള സ്റ്റിമുലേഷൻ വരുന്നു, അപ്പം നമ്മൾ അതിൻ്റെ ഒരു പ്രോസസ്സ് അവിടെ ബോഡിക്കകത്ത് നടക്കുന്നു, ആൻഡ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് അവിടെ ഒരു റെസ്പോൺസ് ജനറേറ്റ് ആവുന്നു. ഇപ്പോൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് റെസ്പോൺസിൽ അല്ലെങ്കിൽ പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, ദിസ് റെസ്പോൺസ് വിൽ സ്റ്റിമുലേറ്റ് the process again and again. ഓക്കെ, അതിനൊരു എക്സാമ്പിളായിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ പറയുന്നുണ്ട്. എനിവേ, ആ കൺസെപ്റ്റിലേക്ക് പോകുന്നതിന് മുന്നേ ഏറ്റവും ആദ്യം ഒരു സ്റ്റിമുലസ് ഉണ്ടാവുന്നു, എന്തെങ്കിലും ഒരു സ്റ്റിമുലസ്. ഓക്കെ, ആ സ്റ്റിമുലസ് ഉണ്ടാകുമ്പോൾ ആ സ്റ്റിമുലസ് ഒരു പ്രോസസ്സിനെ ഇനീഷ്യേറ്റ് ചെയ്യും, ആൻഡ് ദാറ്റ് പ്രോസസ് വിൽ ലീഡ് ടു ദ ജനറേഷൻ ഓഫ് എ റെസ്പോൺസ്. ഒരു റെസ്പോൺസ് അവിടെ ജനറേറ്റ് ആവും. ഈ റെസ്പോൺസ് എന്ത് ചെയ്യും? വീണ്ടും ആ പ്രോസസ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ റെസ്പോൺസ് ഇങ്ങനെ ആക്റ്റീവ് ആയിക്കൊണ്ടേയിരിക്കുന്ന കണ്ടീഷനെയാണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം എന്ന് പറയുന്നത്. ഈ ഒരു പിക്ചറിൽ കാണിച്ചിട്ടുള്ളത് പോലെ ഒരു പ്രോസസ്സ്, ഏതെങ്കിലും ഒരു തരത്തിലുള്ള പ്രോസസ്സിന് മുകളിൽ പോസിറ്റീവായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദാറ്റ് പ്രോസസ് വിൽ കീപ്പ് ഓൺ acting so that the response will be generated. More and more responses will be generated. അതാണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ഓക്സിറ്റോസിൻ്റെ റിലീസാണ് ഡ്യൂറിങ് ഡെലിവറി. ഓക്കെ, ഇത് നമുക്ക് ശരിക്കും പഠിക്കാനുള്ള ഒരു ടോപ്പിക് തന്നെയാണ് ഇൻ എൻഡോക്രൈൻ സിസ്റ്റം. ബട്ട് എനിവേ, അതിപ്പോഴേ ഒന്ന് പറഞ്ഞു തരാം. സോ at the time of delivery, അതായത് കുട്ടി ജനിക്കാൻ പോകുന്ന സമയത്ത്, നോർമൽ ഡെലിവറിയുടെ സമയത്ത് കുട്ടി ഇങ്ങനെയായിരിക്കും കിടക്കുന്നുണ്ടാവുക, ഇൻ ദി യൂട്രസ്. ഓക്കെ, തല താഴത്തേക്കായിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. സോ ഡെലിവറി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് യൂട്രൈൻ കൺട്രാക്ഷൻസ് ഉണ്ടാവുന്നു, ഡെലിവറി പെയിൻ ഉണ്ടാവുക എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, യൂട്രസ് കൺട്രാക്ട് ചെയ്യാൻ തുടങ്ങും. സോ വെൻ ദ യൂട്രസ് സ്റ്റാർട്ട്സ് ടു കൺട്രാക്ട്, അല്ലെങ്കിൽ ആ ഒരു ഇത് വരുമ്പോൾ ഈ കുട്ടിയുടെ തല, ഓക്കെ, ഈ ഒരു ഭാഗം, ഈ സെർവിക്സ് പോർഷനിൽ, മൗത്ത് ഓഫ് യൂട്രസിനെയാണ് സെർവിക്സ് എന്ന് പറയുന്നത്. ഈ ഒരു ഏരിയനെയാണ് സെർവിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ യൂട്രൈൻ കൺട്രാക്ഷൻസ് എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാകുമ്പോൾ ഈ കുട്ടിയുടെ തല സെർവിക്സ് പോർഷനിൽ വന്നിട്ട് ടച്ച് ചെയ്യാന്ന് മാത്രമല്ല, അവിടെ നല്ല പ്രഷർ കൊടുക്കും. അപ്പോൾ പ്രഷർ കൊടുക്കുമ്പോൾ ഈ സെർവിക്സ് പോർഷനിൽ കുറേ റിസെപ്റ്റേഴ്സ് ഉണ്ട്. റിസെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റിമുലസിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഏജൻസ് ആണ്. ഓക്കെ, അപ്പോൾ കുറേ റിസെപ്റ്റേഴ്സ് ഉണ്ട്, എസ്പെഷ്യലി പ്രഷർ റിസെപ്റ്റേഴ്സ് ആണ് അവിടെ കാണുന്നത്, അല്ലെങ്കിൽ മെക്കാനോ റിസെപ്റ്റേഴ്സ് എന്നൊക്കെ പറയും. അപ്പോൾ ഈ റിസെപ്റ്റേഴ്സ് എന്ത് ചെയ്യും? ബ്രെയിനിലേക്ക് സ്റ്റിമുലേഷൻ പാസ് ചെയ്യും. ബ്രെയിനിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടും ഹൈപ്പോതലാമസ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഹൈപ്പോതലാമസ് ആൻഡ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഭാഗത്തേക്ക് സ്റ്റിമുലേഷൻ കൊടുക്കും. കാരണം പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ആണ് ഓക്സിറ്റോസിനെ റിലീസ് ചെയ്യുന്നത്. സോ വാട്ട് ഹാപ്പൻസ്, ഈ
കുട്ടിയുടെ ഹെഡ് വന്നിട്ട് സെർവിക്സ് പോർഷനിൽ പ്രഷർ കൊടുക്കുന്നതിനനുസരിച്ച് അവിടെയുള്ള റിസെപ്റ്റേഴ്സ് ആക്ടിവേറ്റഡ് ആവും. ആൻഡ് ദോസ് റിസെപ്റ്റേഴ്സ് വിൽ സ്റ്റിമുലേറ്റ് ദി ഹൈപ്പോതലാമസ് ആൻഡ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ടു റിലീസ് ഓക്സിറ്റോസിൻ. അപ്പോൾ ഓക്സിറ്റോസിനാണ് ലേബർ ഹോർമോൺ എന്ന് പറയുന്നത്. അത് റിലീസ് ചെയ്യാം, കുട്ടി പുറത്തേക്ക് വരാനുള്ള ഹോർമോണാണ് ഓക്സിറ്റോസിൻ. അപ്പോൾ ഈ ഓക്സിറ്റോസിൻ, റിലീസ്ഡ് ആയിട്ടുള്ള ഓക്സിറ്റോസിൻ വീണ്ടും യൂട്രസിന് മുകളിലാണ് വന്ന് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, യൂട്രസിന് മുകളിൽ വന്ന് ആക്ട് ചെയ്യുമ്പോൾ യൂട്രൈൻ കൺട്രാക്ഷൻസ് ഇൻക്രീസ് ചെയ്യും. യൂട്രൈൻ കൺട്രാക്ഷൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? കുട്ടിയുടെ ഹെഡ് കൂടുതലും ആയിട്ട് സെർവിക്സ് പോർഷനിൽ വന്നിട്ട് ഇങ്ങനെ പ്രഷർ കൊടുത്തുകൊണ്ടേയിരിക്കും. സോ ദി മോർ ദി പ്രഷർ exertion occurs on the cervix portion, the more will be stimulations reaching the hypothalamus. അപ്പോൾ അതിനനുസരിച്ച് more and more oxytocin will be released. അപ്പോൾ അവിടെ എന്താണ് ഇതുകൊണ്ടുള്ളൊരു ബെനിഫിറ്റ് എന്താണ്? കൂടുതൽ ഓക്സിറ്റോസിൻ വരുന്നതിനനുസരിച്ച് യൂട്രൈൻ കൺട്രാക്ഷൻസ് വളരെ സ്ട്രോങ് ആവും. അപ്പോൾ അതിനനുസരിച്ച് ബർത്ത് ഓഫ് ദ കിഡ് ഓർ ബർത്ത് ഓഫ് ദ ബേബി വിൽ ടേക്ക് പ്ലേസ്. അതാണ് അവിടുത്തെ പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യമുണ്ടായി, അത് വീണ്ടും റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കുക. അവിടെ ഒരു സ്റ്റോപ്പിംഗ് എന്നുള്ളൊരു പ്രോസസ്സ് അവിടെ നടക്കുന്നില്ല. അത് വീണ്ടും അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി വരുന്നതാണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം എന്ന് പറയുന്നത്. നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസമാണ്. അപ്പോൾ ഇതിനെ ഓട്ടോമാറ്റിക്കലി മനസ്സിലായിട്ടുണ്ടാവും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. സോ ഇൻ നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്റ്റിമുലസ് ഉണ്ടാവുന്നു. ദാറ്റ് സ്റ്റിമുലസ് വിൽ ക്രിയേറ്റ് എ പ്രോസസ് ഓർ ഇനീഷ്യേറ്റ് എ പ്രോസസ് ആൻഡ് ദ പ്രോസസ് വിൽ ലീഡ് ടു എ റെസ്പോൺസ്. അപ്പോൾ റെസ്പോൺസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഇൻഹിബിറ്റ് ദ പ്രോസസ്. ഓക്കെ, ആ പ്രോസസ്സിനെ അവിടെ ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ എന്താണ്? പ്രോസസ്സ് പിന്നെ അവിടെ ഉണ്ടാവില്ല. സോ റെസ്പോൺസ് അതോടുകൂടിയിട്ട് അവിടെ സ്റ്റോപ്പ് ആവുകയും ചെയ്യും. നേരത്തെ കേസിൽ പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസത്തിൽ എങ്ങനെയായിരുന്നു? റെസ്പോൺസ് ഉണ്ടായി, റെസ്പോൺസ് വീണ്ടും പ്രോസസ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ റെസ്പോൺസ് അവിടെ ഉണ്ടാവുന്നു. ഇവിടുത്തെ നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസത്തിൽ പ്രോസസ്സ് ഉണ്ടായി, റെസ്പോൺസും ജനറേറ്റ് ആയി. ആ റെസ്പോൺസ് ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് പോയിട്ട് പ്രോസസ്സിനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം. ഇവിടെ ഒരു പ്രോസസ്സ് ഉണ്ടാവുന്നു. ആ പ്രോസസ്സിനുള്ളൊരു കൗണ്ടർ റെസ്പോൺസ്, ഓപ്പോസിറ്റ് റെസ്പോൺസ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ ആ റെസ്പോൺസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ബാലൻസ്ഡ്. സോ ആക്ച്വലി ഇറ്റ് ഈസ് ദി നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം ദാറ്റ് ബ്രിങ്സ് ബാക്ക് ദി ബോഡി ടു എ സെറ്റ് പോയിന്റ്. ഓക്കെ, അതായത് അതിൻ്റെ നോർമൽ ലെവലിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് ഈ പറഞ്ഞ നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം ആണ്. പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം അല്ല. ഓക്കെ, നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം ആണ് എപ്പോഴും ആ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അതായത് ഒരു എണ്ണത്തിൻ്റെ ലെവൽ കൂടുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് കൂടാനുള്ള റീസൺ എന്താണോ അതിനെ സപ്രസ് ചെയ്യുമ്പോൾ ആ റീസൺ അവിടെ കംപ്ലീറ്റ് ആയിട്ടും എന്താ പറയുക, സപ്രസ്ഡ് ആയി പോകും. സോ ദാറ്റ് ദ റെസ്പോൺസ് വിൽ നോട്ട് ബി ജനറേറ്റഡ്. അപ്പോൾ അതിൻ്റെ ലെവൽ കൂടാതിരിക്കാനായിട്ട് അത് സഹായിക്കുന്നു. എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്ന ഒന്നാണ് തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ റിലീസ്. അപ്പോൾ നമ്മുടെ ബ്ലഡിൽ തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ ലെവൽ കുറവാണ് എന്ന് വിചാരിക്കാം. ഓക്കെ, തൈറോയ്ഡ് ഹോർമോൺ ലെവൽ കുറവാണ്. ആ സമയത്ത് ഹൈപ്പോതലാമസ് TRH എന്ന് പറഞ്ഞിട്ടൊരു ഹോർമോണിനെ റിലീസ് ചെയ്യും. തൈറോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ ഈ TRHനെ റിലീസ് ചെയ്യുമ്പോൾ TRH ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. കാരണം ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ആണ് തൈറോയ്ഡ് ഹോർമോണിൻ്റെ പ്രൊഡക്ഷനെ സഹായിക്കുന്നത്, സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. സോ ഹൈപ്പോതലാമസ് TRHനെ റിലീസ് ചെയ്ത് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി സ്റ്റിമുലേറ്റഡ് ആകും. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി അവിടെ നിന്നും TSHനെ റിലീസ് ചെയ്യും. തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ TSHനെ റിലീസ് ചെയ്യുമ്പോൾ അത് തൈറോയ്ഡ് ഗ്ലാൻഡിനെ വന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത് തൈറോയ്ഡ് ഹോർമോൺസ് റിലീസാവും. ഓക്കെ, തൈറോയ്ഡ് ഹോർമോണിൻ്റെ ലെവൽ കുറവാണെങ്കിൽ ഈ പറഞ്ഞ മെക്കാനിസത്തിൽ കൂടെ TSH റിലീസ് ചെയ്ത് തൈറോയ്ഡ് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് അവിടെ കുറേ തൈറോയ്ഡ് ഹോർമോൺസ് ബ്ലഡിൽ റിലീസാവും. ഇനി ഈ ഹോർമോണിനൊരു പെർട്ടിക്കുലർ ലെവലുണ്ട്. ആ ലെവലും കഴിഞ്ഞ് അതിൻ്റെ അപ്പുറം പോവുകയാണെങ്കിൽ, ഓക്കെ, തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ ലെവല് സാധാരണത്തേക്കാൾ കൂടുതലാണെങ്കിൽ അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ എക്സസ് ഹോർമോൺ ലെവൽ പോയിട്ട് ഹൈപ്പോതലാമസിനെ
ഇൻഹിബിറ്റ് ചെയ്യും. അതാണ് ഈ ഒരു റെഡ് ആരോ മാർക്ക് വെച്ചിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ എക്സസ് ലെവലാവുമ്പോൾ അത് ഹൈപ്പോതലാമസിനെ പോയിട്ട് ഇൻഹിബിറ്റ് ചെയ്യും. ഹൈപ്പോതലാമസിനെ മാത്രമല്ല ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിനെയും കൂടിയിട്ട് പോയിട്ട് ഇൻഹിബിറ്റ് ചെയ്യും. ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? ഹൈപ്പോതലാമസ് എന്നുള്ള TRHും ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് TSHും റിലീസ് അവിടെ കംപ്ലീറ്റ് ആയിട്ടും സ്റ്റോപ്പ്. ഓക്കെ, ആ രണ്ടെണ്ണം അവിടെ സംഭവിക്കില്ല. അപ്പം അങ്ങനെയാകുമ്പോൾ ആ ലെവൽ തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ ലെവൽ അത് നോർമൽ റേഞ്ചിലേക്ക് തന്നെ എത്തുകയും ചെയ്യും. So it is actually the negative feedback mechanism that brings back the body to its set point, thereby keeping the balance or equilibrium. Okay, അപ്പോൾ ഇതാണ് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസംസ് എന്ന് പറയുന്നത്. രണ്ടും കൂടി നമ്മൾ ഒരുമിച്ച് പറയുകയാണെങ്കിൽ പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്, എനിക്ക് കൂടുതൽ ഇനിയും വേണം, ഇപ്പോൾ കിട്ടിയത് പോരാ, ഇനിയും വേണം എന്നുള്ളൊരു കണ്ടീഷനാണ്. നേരെ മറിച്ച് നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മതി, ഇതോടുകൂടെ അവിടെ നിർത്തിയേക്ക് എന്നുള്ള ഒരു കണ്ടീഷനാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ട് മെയിൻ മെക്കാനിസംസ്. അപ്പോൾ ഈ രണ്ട് മെക്കാനിസംസിൽ കൂടെയാണ് നമ്മുടെ ബോഡി ഹോമിയോസ്റ്റേസിസ് എന്നുള്ള ആ ഒരു കണ്ടീഷൻ അറ്റൈൻ ചെയ്യുന്നത്. ഹോമിയോസ്റ്റേസിസ് എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് ഓഫ് ഇൻറ്റേർണൽ ഈക്വിലിബ്രിയം. അപ്പോൾ അതിലേക്ക് എത്തുന്നത് ഇറ്റ് ഇസ് ത്രൂ ദി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസംസ്. ആൻഡ് ദിസ് മച്ച് അബൌട്ട് ദിസ് ടോപ്പിക്. സോ താങ്ക് യു.